ഓക്കെ, അപ്പോൾ കോർഡിനേറ്റ് ജോമെട്രീൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ കവർ ചെയ്തത്. ഇന്ന് നമ്മൾ നമ്മുടെ കോണിക് സെക്ഷനിലെ സർക്കിൾ, പാരബോള, എലിപ്സ്, ഹൈപ്പർബോള, പിന്നെ സിമ്പിൾ ജോമെട്രിക് ട്രാൻസ്ഫോർമേഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേയായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: The equation of a line is 3x plus 4y equal to 14. The equation of the line parallel to it is. അപ്പോൾ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിൻ്റെ പാരലൽ ആയിട്ടുള്ള ലൈനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ലൈനിനെ എന്തെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈയോ ഡിവൈഡോ ചെയ്താൽ നമ്മുടെ എക്സിൻ്റെയും വൈൻ്റെയും കോർഡിനേറ്റ്സ് ഈക്വൽ ആയിട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. നമുക്കറിയാം 3x plus 4y equal to 14നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 6x plus 8y equal to 28 എന്ന് കിട്ടും. ഇവിടെ എൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും വൈൻ്റെ കോഎഫിഷ്യൻറ്റും ഈക്വലായി വരുന്ന ഓപ്ഷനാണ് നമ്മുടെ ഓപ്ഷൻ ബി. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇക്വേഷനും ഓരോ ഓപ്ഷൻസും തമ്മിലുള്ള a1/a2 ഈക്വൽ ടു b1/b2 ആണോ നോക്കുക. അങ്ങനെയാണെങ്കിലും ഇത് പാരലൽ ലൈൻസ് ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ ഉള്ളത്? 3x plus 4y equal to 14. അതുപോലെ നമ്മുടെ ഓപ്ഷൻ ബി അതാണല്ലോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയത്. സോ അതിൻ്റെ എക്സാമ്പിൾ മാത്രം കാണിക്കാം. വിച്ച് ഇസ് 6x plus 8y equal to 28. സോ a1/a2 എന്ന് പറയുന്നത് 3/6 ആണ്. b1/b2 എന്ന് പറയുന്നത് 4/8 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു 1/2 1/2. സോ a1/a2 ഈക്വൽ ടു b1/b2 ആണ്. ഹെൻസ് ദിസ് ഇസ് ദ പാരലൽ ലൈൻ ടു ദിസ് ലൈൻ. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻറ്റ് -2, -5 ഫ്രം ദ വൈ ആക്സിസ്. അതായത് -2, -5 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ അവിടെ -2ഉം അതുപോലെ വൈൻ്റെ അവിടെ -5 ആണ്. അതായത് ഇത് ഏകദേശം ഇവിടെ ആയിട്ടായിരിക്കും ആ പോയിൻ്റ് വരുന്നത്. അപ്പോൾ ഇത് വൈ ആക്സിസിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഇതാണ് നമ്മുടെ വൈ ആക്സിസ്. സോ ക്ലിയർലി വൈ ആക്സിസിൽ നിന്നും ഇതുണ്ടോ -2 ആണ് ഡിസ്റ്റൻസ്. സോ ഡിസ്റ്റൻസ് ഒരു പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് നമ്മൾ 2 എന്നാണ് ഇതിൻ്റെ ആൻസർ. അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്: 3x plus 4y equal to 9, 6x plus 8y equal to 15. ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം ഇപ്പോൾ 3x plus 4y equal to 9 ഉള്ളതിനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ ഈ 6x plus 8y equal to 15 ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് ഈ ഒരു ഫോമിലേക്ക് കിട്ടും അല്ലേ. സോ 6x plus 8y equal to 15 ഡിവൈഡ് ബൈ 2 ചെയ്താൽ എനിക്ക് 3x plus 4y ഈക്വൽ ടു 15/2 എന്ന് കിട്ടും. അതുപോലെ എൻ്റെ മറ്റേ ഇക്വേഷൻ എന്താണ്? 3x plus 4y equal to 9. സി, അപ്പോൾ എൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും വൈൻ്റെ കോഎഫിഷ്യൻറ്റും ഈക്വലാണ്. ദെർഫോർ ഇറ്റ് ഇസ് പാരലൽ ലൈൻസ്. സോ ഈ രണ്ട് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. പാരലൽ ലൈൻസ് ആണെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഇസ് C1 - C2/√of a² + b². അപ്പോൾ നമുക്കറിയാം C1ഉം C2 എന്ന് പറയുന്നത് ഒന്ന് 15/2ഉം ഒന്ന് 9ഉം ആണ്. സോ 15/2 minus 9 divided by root of a² + b². a എന്ന് പറയുന്നത് 3 ആണ്, b എന്ന് പറയുന്നത് 4 ആണ്. സോ 3² + 4². അപ്പോൾ 15/2 minus 9 എന്ന് പറയുന്നത് എന്താ? 15 minus 2 × 9 എന്ന് പറയുന്നത് 18/2 എന്നാണ്. ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. 3² + 4² equal to 5². സോ root of 5² is 5. ഓക്കെ, അപ്പോൾ 15 - 18. 15 - 18 എന്ന് പറയുന്നത് -3 ആണ്. അപ്പോൾ -3/2/5. സോ -3/2ൻ്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ്. അതായത് വി വിൽ ഗെറ്റ് 3/2/5 വിച്ച് ഇസ് ഈക്വൽ ടു 3/2 × 5 വിച്ച് ഇസ് ഈക്വൽ ടു 3/10. ഓക്കെ, അടുത്തത് ഇക്വേഷൻ ടു ദ ലോക്കസ് ഓഫ് ദ പോയിൻറ്റ് ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം ദ പോയിൻറ്റ്സ് a 1, -5 ആൻഡ് b -2, 3. സോ ഇത് ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ടാണ് നമ്മളിതിനെ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് മിഡ് പോയിൻറ്റിൻ്റെ ഫോർമുല വെച്ചിട്ടും ഇതിനെ ചെയ്യാം. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ എ എന്ന് പറഞ്ഞിട്ടൊരു പോയിൻ്റ് ഉണ്ട്. എ എന്ന് പറയുന്ന പോയിൻറ്റ് 1, -5 ആണ്. അതുപോലെ ബി എന്ന് പറഞ്ഞിട്ടുള്ള പോയിൻറ്റ് -2, 3 എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോയിൻറ്റും തമ്മിൽ ഈക്വൽ ഡിസ്റ്റൻസിൽ വരുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും അല്ലേ. അല്ലെങ്കിൽ ഇതും എയിൽ നിന്നും ബിയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഇതും
എയിൽ നിന്നും ബിയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഇതും ഏകദേശം എയിൽ നിന്നും ബിയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊരു ലൈൻ ഫോം ചെയ്യും. എയിൽ നിന്നും ബിയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് വരുന്ന പോയിൻറ്റ്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പോയിൻറ്റ്സ് എല്ലാം ചേർന്ന് ഒരു ലൈൻ ഫോം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉള്ള ഈ പോയിൻറ്റ്സിൻ്റെ ഇക്വേഷൻ കാണാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടാൽ മതി. സോ ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ നമുക്ക് സ്ലോപ്പും ഒരു പോയിൻ്റ് വേണം, അല്ലെങ്കിൽ 2 പോയിൻ്റ് വേണം അല്ലേ. ആ ലൈനിൽ കൂടെ പാസ് ചെയ്യുന്ന 2 പോയിൻ്റ് വേണം, അല്ലെങ്കിൽ ലൈനിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു പോയിൻറ്റും ഒരു സ്ലോപ്പും വേണം. അപ്പോൾ ഇവിടെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എയിൽ നിന്നും ബിയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻ്റ് ആയിട്ട് വരിക എന്ന് പറയുമ്പോൾ അത് എൻ്റെയും ബിൻ്റെയും മിഡ് പോയിൻ്റ് അതിലൊരു പോയിൻ്റ് ആയിരിക്കും അല്ലേ. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ വരയ്ക്കുമ്പോൾ വരുന്ന ഈ ഒരു മിഡ് പോയിൻ്റ് നമ്മുടെ ആ ലൈനിൻ്റെ മിഡ് പോയിൻ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മിഡ് പോയിൻറ്റ്സിനെ ഒന്നും നമുക്കൊന്നായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇവിടെ ദിസ് ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ദിസ് എ ആൻഡ് ബി. അപ്പോൾ എന്ത് ചെയ്താൽ മതി, എൻ്റെയും ബിൻ്റെയും മിഡ് പോയിൻ്റ് കണ്ടുവച്ചാൽ നമുക്ക് നമ്മുടെ നടുവിൽ കൂടെ പോകുന്ന ഈ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഒരു പോയിൻ്റ് കിട്ടും. പിന്നെ എന്താ വേണ്ടത്, ഒരു സ്ലോപ്പും കൂടെ കണ്ടാൽ പോരെ. അപ്പോൾ എ ബി എന്ന ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടാൽ അതിൻ്റെ പെർപെൻഡിക്കുലറായി പോകുന്ന ലൈനല്ലേ നമ്മുടെ ഈ ലൈന്. സോ അങ്ങനെ നമുക്ക് നമ്മുടെ കണ്ടുപിടിക്കേണ്ട ലൈനിൻ്റെ സ്ലോപ്പും കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മിഡ് പോയിൻ്റ് കാണാൻ വേണ്ടി മിഡ് പോയിൻ്റ് ഫോർമുല യൂസ് ചെയ്യാണ്. സോ നമ്മുടെ പോയിൻറ്റ്സ് 1, -5ഉം -2, 3 ആണ്. അപ്പോൾ അതിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് x1 + x2/2, അതുപോലെ y1 + y2/2. x = x1 + x2/2, y = y1 + y2/2. അതായത് x എന്ന് പറയുന്നത് 1 + -2/2, y എന്ന് പറയുന്നത് -5 + 3/2. സോ സോൾവ് ചെയ്യുമ്പോൾ മിഡ് പോയിൻ്റ് ആയിട്ട് നമുക്ക് -1/2ഉം -1ഉം കിട്ടും. ഓക്കെ, അടുത്തത് ഇനി എന്താ വേണ്ടത്, നമ്മൾ ഈ എൻ്റെയും ബിൻ്റെയും ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പ് കാണാം. അപ്പോൾ സ്ലോപ്പ് കാണാനുള്ള ഫോർമുലയാണ് y2 - y1/x2 - x1. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് -8/3 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, സോ എ ബിൻ്റെ സ്ലോപ്പല്ല നമുക്ക് വേണ്ടത്, നമുക്കിത് നമ്മുടെ ഈ ലൈനിൻ്റെ സ്ലോപ്പാണ് വേണ്ടത് അല്ലേ, വിച്ച് വിൽ ബി റെസിപ്രോക്കൽ ഓഫ് നെഗറ്റീവ് ഓഫ് ദിസ് സ്ലോപ്പ്. അതായത് -8/3ൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് +3/8 എന്നായിരിക്കും. സോ നമുക്ക് നമ്മുടെ കണ്ടുപിടിക്കേണ്ട ലൈനിൻ്റെ ഒരു സ്ലോപ്പും കിട്ടി, അതുപോലെ അതിൽ നിന്നും പാസ് ചെയ്യുന്ന ഒരു പോയിൻറ്റും കിട്ടി. ഇനി നമുക്ക് നമ്മുടെ പോയിൻറ്റ് സ്ലോപ്പ് ഫോർമുല ഉണ്ടല്ലോ, അത് വെച്ച് നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ കാണാം. പോയിൻറ്റ് സ്ലോപ്പ് ഫോർമുല എന്ന് വെച്ചാൽ y - y1 = m × x - x1 എന്നുള്ളതാണ്. സോ അതിനെ ഞാൻ ഡയറക്റ്റായിട്ട് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് 6x - 16y = 13 എന്ന് കിട്ടും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത അതേ കോൺസെപ്റ്റുകളാണ്, ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ, അതായത് എക്സും വൈയും വരുന്നൊരു ഇക്വേഷൻ നമുക്ക് കാണണം. സച്ച് ദാറ്റ് ദി പി ഓഫ് x, y ഈസ് ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം ദ പോയിൻറ്റ്സ് 3, -2, അതുപോലെ 5, 7. ഇവിടെയും നേരത്തെ അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് 3, -2 എന്ന് പറഞ്ഞിട്ടൊരു പോയിൻറ്റും 5, 7 എന്ന് പറഞ്ഞിട്ട് വേറൊരു പോയിൻറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് x, y പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ് കാണണം. ഓക്കെ, അതായത് ആ പോയിൻറ്റ്സിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ 3, -2ൽ നിന്നും 5, 7ൽ നിന്നും അതിലോട്ടേക്ക് ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നേരത്തെ പോലെ മിഡ് പോയിൻ്റ് കണ്ടിട്ട് സ്ലോപ്പ് കണ്ടിട്ട് നിങ്ങൾക്കിത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാം. അതായത് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ x, y എന്ന് പറഞ്ഞിട്ടുള്ള പോയിൻറ്റിലേക്ക് 3, -2ൽ നിന്നും വരയ്ക്കുന്ന ഡിസ്റ്റൻസും അതുപോലെ 5, 7ൽ നിന്നും വരയ്ക്കുന്ന ഡിസ്റ്റൻസും എപ്പോഴും ഈക്വൽ ആയിരിക്കില്ലേ. സോ അത് വെച്ചിട്ട് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല നമുക്കറിയാം, d = x2 √x2 - x1 the whole square + y2 - y1 the whole square ആണ്. അപ്പോൾ സപ്പോസ് x, yയിൽ നിന്നും 3, -2ലേക്കുള്ള ഡിസ്റ്റൻസ് അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം, സപ്പോസ് അതായത് 3 - x the whole square + -2 - y the whole square എന്ന് എഴുതാം അല്ലേ. അതുപോലെ 5, 7ൽ നിന്നും x, yയിലേക്കുള്ള ഡിസ്റ്റൻസ് എനിക്ക് എങ്ങനെ എഴുതാം, 5 - x the whole square + 7 - y the whole square എന്ന് എഴുതാം അല്ലേ. അതായത് ഇങ്ങനെയും ഇങ്ങനെയും എഴുതാം. ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഇത് ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇക്വി ഡിസ്റ്റൻസ്. സോ ഇങ്ങനെ നമുക്കിത് ഒരു ഇക്വേഷൻ ഫോമായി. ഇനി ജസ്റ്റ് ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് വെച്ചാൽ നമുക്ക് നമ്മുടെ ഡിസയേർഡ്
ഇക്വേഷനിലേക്ക് എത്താം. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യേണ്ടത് വെച്ചാൽ രണ്ട് സൈഡും റൂട്ട് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് സൈഡും സ്ക്വയർ എടുത്തു. അപ്പോൾ എനിക്കിവിടെ എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ കിട്ടി. റൈറ്റ് സൈഡിൽ എക്സ് മൈനസ് 5 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 7 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അടുത്തതായിട്ട് ഈ സ്ക്വയേഴ്സിനെയൊക്കെ എക്സ്പാൻഡ് ചെയ്തു. പിന്നെ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഈക്വൽ ആയിട്ടുള്ള സാധനങ്ങളിലൊക്കെ ക്യാൻസൽ ചെയ്തു. ഫോർ എക്സാമ്പിൾ ഇവിടെയുള്ള എക്സ് സ്ക്വയർ, ഇവിടെയുള്ള എക്സ് സ്ക്വയർ, ഇവിടെയുള്ള വൈ സ്ക്വയർ, ഇവിടെയുള്ള വൈ സ്ക്വയർ ഒക്കെ ക്യാൻസൽ ചെയ്തു. ആൻഡ് സിംപ്ലിഫൈ ചെയ്ത് ലാസ്റ്റ് നമുക്കിത് 4x പ്ലസ് 18y മൈനസ് 61 ഈക്വൽ ടു 0 ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ബട്ട് നമ്മുടെ ഓപ്ഷൻസിൽ ഇത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ മേ ബി അത് ഓപ്ഷൻസ് തന്നതിൻ്റെ തെറ്റായിരിക്കും. ഓപ്ഷൻസിൽ നിയർലി ഈ ഒരു വാല്യൂ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ടിക്ക് ചെയ്യാം. ബട്ട് കറക്റ്റ് ആൻസർ ഇതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോണിക് സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ പഠിക്കാൻ പോകുന്ന സർക്കിൾ, എലിപ്സ്, പാരബോള ഇതിനെയൊക്കെ നമ്മൾ കോണിക് സെക്ഷൻ എന്നാണ് വിളിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്താ ഇങ്ങനെയൊരു റൈറ്റ് സർക്കുലർ കോൺ എടുത്താൽ ഈ കോണിൽ നിന്നും ഫോം ചെയ്യുന്ന ഷേപ്പുകളാണ് ഇതെല്ലാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ ഒരു സർക്കുലർ കോണിൽ സർക്കുലർ കോൺ തന്നെയാണ്, റൈറ്റ് സർക്കുലർ കോണിൽ നമ്മളൊരു ഒരു പ്ലെയിൻ വെച്ചത് കട്ട് ചെയ്യണമെന്ന് വെച്ചോ. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് പാരലായിട്ട് നമ്മുടെ ബോട്ടത്തിന് കറക്റ്റ് പാരലായിട്ടാണ് നമ്മൾ ഈ പ്ലെയിൻ വെക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നതാണ് സർക്കിൾ. അതുപോലെ കുറച്ച് ടിൽറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നതാണ് എലിപ്സ്. അടുത്തത് ഈ പ്ലെയിനിൻ്റെ ഒരു ഭാഗം പുറത്തേക്കായിട്ട് കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഫോം ചെയ്യുന്നതാണ് പാരബോള. അതുപോലെ നമ്മുടെ പ്ലെയിനിൻ്റെ രണ്ട് സൈഡും പുറത്തായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നതാണ് ഹൈപ്പർബോള. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കോണിൽ നിന്നും ഫോം ചെയ്യുന്നതാണ് നമ്മുടെ ഈ 4 ഡയഗ്രാംസും. അതുകൊണ്ടാണ് ഇതിനെ കോണിക് സെക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ജനറൽ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ax സ്ക്വയർ പ്ലസ് 2hxy പ്ലസ് by സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c = 0. ഇതേ ഇക്വേഷൻ തന്നെയാണ് സർക്കിളിനും പാരബോളയ്ക്കും ഹൈപ്പർബോളയ്ക്കും എലിപ്സിൻ്റെ ഒക്കെ ജനറൽ ഇക്വേഷൻ ഇങ്ങനെയാണ്. സോ ഇതിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അല്ലെങ്കിൽ പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് ആണെങ്കിൽ അതിന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുതന്നെ ഡിറ്റർമിനൻ്റ് കാണണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇങ്ങനെ ഡിറ്റർമിനൻ്റ് കണ്ടിട്ട് ഡിറ്റർമിനൻ്റ് നമുക്ക് 0 കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. ഈ ഡിറ്റർമിനൻ്റ് കണ്ടിട്ട് 0 കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഈ 4 ഷേപ്പുകളിൽ ഏതെങ്കിലും ഒരു ഷേപ്പ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കാം? അതിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ h² മൈനസ് AB കണ്ടാൽ മതി. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എയും ബിയും ജിയും എഫും എച്ചും ഒക്കെ അങ്ങനെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ h² മൈനസ് AB ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ <0 ആണ് കിട്ടുന്നതെങ്കിൽ അത് എലിപ്സ് അല്ലെങ്കിൽ സർക്കിളാണ്. ഈക്വൽ ടു 0 കിട്ടുന്നുണ്ടെങ്കിൽ അത് പാരബോളയാണ്. >0 ആണ് കിട്ടുന്നതെങ്കിൽ അത് ഹൈപ്പർബോളയാണ്. ഓക്കെ, അപ്പോൾ ഈ <0യിൽ ഐദർ എലിപ്സ് ഓർ സർക്കിൾ ആണല്ലേ. അപ്പോൾ അതെങ്ങനെ കൺഫേം ചെയ്യും? അതിന് വേണ്ടി നിങ്ങൾ എന്ത് നോക്കിയാൽ മതി? എൻ്റെയും ബിൻ്റെയും കോഎഫിഷ്യൻറ്റ്സ് നോക്കിയാൽ മതി. സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ h² മൈനസ് AB <0 ആയിരിക്കും. ഒപ്പം a = b ആയിരിക്കും ആൻഡ് h = 0 ആയിരിക്കും. h = 0 എന്ന് വെച്ചാൽ h വരുന്നത് എവിടെയാണ്? ഈ xy ടേമിലല്ലേ. സർക്കിളിൻ്റെ ഇക്വേഷനിൽ xy ടേം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജനറൽ ഫോമിൽ നിന്നും പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ആണോ എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഡിറ്റർമിനൻ്റ് കണ്ട് 0 ആണോ നോക്കിയാൽ മതി. ഇനി എലിപ്സ്, സർക്കിൾ, പാരബോള, ഹൈപ്പർബോള ഇതിലത്തെ ഏതിലാണോ എന്ന് അറിയാൻ വേണ്ടി h² മൈനസ് AB ചെയ്യുക. <0 ആണെങ്കിൽ എലിപ്സ് ഓർ സർക്കിൾ. അതിൽ തന്നെ എച്ചിൻ്റെ വാല്യൂ 0യും a = b ആണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഒരു സർക്കിൾ. അതുപോലെ h² മൈനസ് AB = 0 ആണെങ്കിൽ അതൊരു പാരബോള. >0 ആണെങ്കിൽ അതൊരു ഹൈപ്പർബോള. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇത് ഫസ്റ്റ് സ്ലൈഡ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾ ഈ സെക്കൻഡ് ആൻഡ് തേർഡ് സ്ലൈഡ് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. 3x² പ്ലസ് 4xy പ്ലസ് y² മൈനസ് 7x പ്ലസ് 2y പ്ലസ് 1 = 0. ഇത് പാരബോളയാണ്, ഹൈപ്പർബോളയാണ്, എലിപ്സ് ആണോ എന്ന് നോക്കണ്ടേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? h² മൈനസ് AB ചെയ്യണം അല്ലേ.
അപ്പോൾ എച്ച് എന്ന് വെച്ചാൽ എന്താണ്, എക്സ് വൈൻ്റെ കോഎഫിഷ്യൻറ്റ് ഡിവൈഡ് ബൈ 2, അതായത് 4 ഡിവൈഡ് ബൈ 2 വിച്ച് ഈസ് എച്ച് ഈസ് ഈക്വൽ ടു 2. എ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് വിച്ച് ഈസ് 3. ബി എന്ന് പറയുന്നത് വൈ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റാണ് വിച്ച് ഈസ് 1. സോ എച്ച് സ്ക്വയർ മൈനസ് എ ബി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 1 എന്ന് കിട്ടും, അതായത് 4 മൈനസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു 1. സോ ക്ലിയർലി 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ 0നേക്കാൾ വലുതാണ്. സോ നമ്മുടെ ഡയഗ്രാം എന്ന് പറയുന്നത് ഹൈപ്പർബോളയാണ്. ഓക്കെ, സിമ്പിളാണ്. അടുത്തത് ഇക്വേഷൻ ഓഫ് സർക്കിൾ. സർക്കിളിൻ്റെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ് എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഈ എച്ചും കെയും എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്ററാണ്. അതായത് ഇങ്ങനെയാണ് എൻ്റെ എക്സ് വൈ പ്ലെയിൻ എന്നുണ്ടെങ്കിൽ ഇവിടെയാണ് എൻ്റെ സർക്കിൾ എന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എച്ച് കോമ കെ, അതായത് എക്സ് എച്ച് വൈ കെ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് എൻ്റെ സർക്കിൾ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷനാണ് എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ആർ കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇവിടെ ആർ സ്ക്വയർ എന്ന് പറയുന്നത് റേഡിയസിൻ്റെ സ്ക്വയറാണ്. ഓക്കെ, അപ്പോൾ സപ്പോസ് ഈ സർക്കിൾ എൻ്റെ ഒറിജിനിലാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ 0,0 ഇല്ലേ, ആ പോയിന്റിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയറിൻ്റെ അവിടെ എക്സ് മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് വരും അല്ലേ. വിച്ച് മീൻസ് എക്സ് മൈനസ് 0 ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ, എക്സ് സ്ക്വയർ. അതുപോലെ വൈ മൈനസ് 0 ദ ഹോൾ സ്ക്വയർ എന്ന് എന്താ, വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അതായത് സെൻറ്ററിലാണ്, ഒറിജിനിലാണ് എൻ്റെ സർക്കിളിൻ്റെ സെൻറ്റർ എന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ് എൻ്റെ സർക്കിളിൻ്റെ ഇക്വേഷൻ. അതുപോലെ സെൻറ്ററിലല്ല, എച്ച് കോമ എ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പോയിന്റിലാണ് എൻ്റെ സർക്കിളിൻ്റെ സെൻറ്റർ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ് എൻ്റെ സർക്കിളിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇപ്പോൾ ഇതാണ് എൻ്റെ എക്സ് വൈ പ്ലെയിൻ. 2,3 ഇവിടെയാണ് എൻ്റെ സർക്കിളിൻ്റെ സെൻറ്റർ കിടക്കുന്നതെന്ന് വെച്ചോ. 2,3യിലാണ് എൻ്റെ സർക്കിളിൻ്റെ സെൻറ്റർ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുക, എക്സ് മൈനസ് എച്ച്, അതായത് 2,3. അപ്പോൾ എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു റേഡിയസ് എത്ര തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് റേഡിയസ് 5 ആണ് തന്നിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു 5 സ്ക്വയർ. ഇങ്ങനെയാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ കാണുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഈ സെൻറ്റർ എന്ന് പറയുന്നത് -2,3 എന്നാണ് ഉണ്ടെങ്കിൽ എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇങ്ങനെയായിരിക്കും ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സർക്കിളിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഈ ജനറൽ ഇക്വേഷൻ എങ്ങനെയാണ്, എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ജിയും എഫും സിയും എച്ച് ഒക്കെ വരുന്നതാണ് ജനറൽ ഇക്വേഷൻ. സോ ജനറൽ ഇക്വേഷൻ ഓഫ് ദ സർക്കിളിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ് വൈ ടേം ഉണ്ടാവില്ല, എച്ച് ഈക്വൽ ടു 0 ആയിരിക്കും. കണ്ടോ, ഇക്വേഷൻ കണ്ടാൽ മനസ്സിലാവും ഇവിടെ എച്ചിൻ്റെ എക്സ് വൈ ടേം ഇല്ല. അതുപോലെ എക്സ് സ്ക്വയറിൻ്റെയും വൈ സ്ക്വയറിൻ്റെയും കോഎഫിഷ്യൻ്റ് ഈക്വൽ ആയിരിക്കും. ഇതുണ്ടോ, ഇവിടെ എക്സ് സ്ക്വയറിൻ്റെയും വൈ സ്ക്വയറിൻ്റെയും കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ജനറൽ ഫോമിലാണ് നിങ്ങളുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ജിൻ്റെയും എഫിൻ്റെയും വാല്യൂ കണ്ടിട്ട് നെഗറ്റീവ് കൊടുത്താൽ മതി. -g, -f ആണ് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ. അതുപോലെ റേഡിയസ് എന്ന് പറയുന്നത് √g² പ്ലസ് f² - c ആയിരിക്കും. ഓക്കെ, ഇത് ജസ്റ്റ് എങ്ങനെയാണ് ഇക്വേഷൻ വന്നത് എന്നുള്ളത് പറഞ്ഞു തന്നിരിക്കുന്നത്. അതായത് ഇതല്ലേ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എച്ചും കെയും മാറ്റിയിട്ട് ജിയും എഫും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്കിത് ഈ ഇക്വേഷൻ കിട്ടുന്നത്. ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇതുപോലെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഫൈൻഡ് ദ സെൻറ്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ. അപ്പോൾ ദേ സർക്കിളിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ സെൻറ്റർ ഏതായിരിക്കും, 3, -5. കണ്ടോ, 3, -5. അല്ല, റേഡിയസ് എന്താണ്, 49 എന്ന് പറയുന്നത് r² ആണ്. സോ r എന്ന് പറയുന്നത് എത്രയായിരിക്കും, 7. സോ റേഡിയസ് ഈക്വൽ ടു 7. ഓക്കെ, അടുത്തത് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദ സർക്കിൾ വിത്ത് സെൻറ്റർ 4, -2 ആൻഡ് റേഡിയസ് 6. ഓക്കെ,
സെൻറ്ററും റേഡിയസും തന്നിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ എങ്ങനെ കാണുന്നത്? എക്സ് മൈനസ് 4 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് -2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 36 അല്ലേ? എക്സ് മൈനസ് 4 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് -2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 36. നമുക്കറിയാം മൈനസ് മൈനസ് ചേർന്നാൽ പ്ലസ് ആവും. സോ നമ്മുടെ ഇക്വേഷൻ ഇത് ഇങ്ങനെയായിരിക്കും. ഓക്കെ ഓക്കെ അപ്പോൾ എ സർക്കിൾ ഹാസ് ഡയാമീറ്റർ എൻ പോയിൻറ്റ്സ് 2, 3 ആൻഡ് 6, -1. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. അപ്പോൾ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡയാമീറ്റർ എൻ പോയിൻറ്റ്സ്, അതായത് ഡയാമീറ്ററിൻ്റെ അറ്റത്ത് കിടക്കുന്ന പോയിൻറ്റ്സ് ആണ്. ഒന്ന് 2, 3, മറ്റത് 6, -1. ഓക്കെ, എന്നിട്ട് ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷൻ കാണാൻ നമുക്ക് എന്തൊക്കെ വേണം? സർക്കിളിൻ്റെ സെൻറ്ററും വേണം, അതുപോലെ സർക്കിളിൻ്റെ റേഡിയസും വേണം. അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇത് നമ്മുടെ ഡയാമീറ്റർ ആണ്. നമുക്കറിയാം ഡയാമീറ്ററിൻ്റെ മിഡ് പോയിൻ്റ് ആണ് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ സർക്കിളിൻ്റെ മിഡ് പോയിൻ്റ് കാണാണ്. അപ്പോൾ നമുക്ക് 4, 1 എന്ന് കിട്ടും. ഓക്കെ, മിഡ് പോയിൻറ്റിൻ്റെ ഫോർമുല അറിയാൻ വിചാരിക്കുന്നു. x1 + x2/2 പിന്നെ y1 + y2/2. ഓക്കെ, സോ നമുക്ക് 4, 1 എന്ന് കിട്ടി. അടുത്തത് ഈ റേഡിയസ് കാണണം അല്ലേ? അപ്പോൾ ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 4, 1ൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് കാണാം, അല്ലെങ്കിൽ നമ്മുടെ ഡയാമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് മൊത്തം കണ്ടിട്ട് /2 ചെയ്യാം. ഇവിടെ ഇപ്പോൾ അതാണ് ചെയ്തിരിക്കുന്നത്. അതായത് 6, -1ൻ്റെയും 2, 3യും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടു. അപ്പോൾ നമുക്ക് ഡയാമീറ്റർ കിട്ടും. അത് /2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റേഡിയസ് കിട്ടും. സോ റേഡിയസ് എനിക്ക് 2√2 എന്ന് കിട്ടി. സോ റേഡിയസും കിട്ടി, നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്ററും കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? എക്സ് മൈനസ് 4 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2√2ൻ്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 8. ഓക്കെ, അപ്പോൾ കൺവേർട്ട് ടു സ്റ്റാൻഡേർഡ് ഫോം ആൻഡ് ഫൈൻഡ് സെൻറ്റർ ആൻഡ് റേഡിയസ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ജനറൽ ഫോമിലാണ് ഇത് തന്നിരിക്കുന്നത് അല്ലേ, സർക്കിളിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ജനറൽ ഫോം തന്നിട്ട് അതിന് സെൻറ്ററും റേഡിയസും കാണാൻ പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എന്താ നമുക്ക് നേരിട്ട് കാണാം അല്ലേ? -g, -f ആയിരിക്കും നമ്മുടെ സെൻറ്റർ. അതായത് -g എന്ന് വെച്ചാൽ എന്താണ്? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് /2 വിച്ച് ഈസ് -2. ഇതാണ് g. സോ -g എന്ന് പറയുന്നത് വെറും 2 ആയിരിക്കും. അതുപോലെ f എന്ന് പറയുന്നത് 6ൻ്റെ കോഎഫിഷ്യൻറ്റ് /2 വിച്ച് ഈസ് 3. അപ്പോൾ f എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ -f എന്ന് പറയുന്നത് -3 ആണ്. സോ 2, -3 ആണ് നമ്മുടെ സെൻറ്റർ. അതുപോലെ റേഡിയസ് കാണാൻ വേണ്ടി √g² + f² - c ചെയ്താൽ മതി. അതായത് √g² എന്താ? 2ൻ്റെ സ്ക്വയർ വിച്ച് ഈസ് 4 പ്ലസ് f² എന്താ? 3ൻ്റെ സ്ക്വയർ വിച്ച് ഈസ് 9 മൈനസ് c എന്ന് വെച്ചാൽ ഇവിടെ എന്താ? 12 ആണ്, -12 ആണ്. സോ -12. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 + 9 13 ആണ്. 13 - -12 എന്ന് പറയുമ്പോൾ 13 + 12 ആവും വിച്ച് ഈസ് √25 വിച്ച് ഈസ് ഈക്വൽ ടു 5. കണ്ടോ? റേഡിയസും സെൻറ്ററും എനിക്കിത് ഈ ജനറൽ ഇക്വേഷനിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കിയിട്ടും കാണാം. അതാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു ജനറൽ ഇക്വേഷനെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? നമ്മൾ മുന്നേ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ അതായത് ഇവിടെ നമ്മൾ x²ൻ്റെയും നമ്മുടെ എക്സിൻ്റെ വാല്യൂസ് എല്ലാം ഒരുമിച്ച് എഴുതാം, വൈ വരുന്ന വാല്യൂസ് എല്ലാം ഒരുമിച്ച് എഴുതാം. അപ്പോൾ x² -4x കൂടെ ഒരുമിച്ച് എഴുതി. അടുത്തത് y² +6 നമ്മൾ ഒരുമിച്ച് എഴുതി ഈക്വൽ ടു 2. ഓക്കെ, ഇനി ഇതിനെ സ്ക്വയർ ആക്കാൻ ഇതിനൊരു സ്ക്വയേർഡ് ഫോമിൽ ആക്കുക, അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഇതിൽ 4x എന്നുള്ളതും 6x എന്നുള്ളതൊക്കെ മാറ്റിയിട്ട് ജസ്റ്റ് x എന്നുള്ളത് മാത്രം ആക്കിയിട്ട് ഹോൾ സ്ക്വയർ ഫോമിലാക്കണം. അപ്പോൾ നമ്മൾ ഫാക്ടറൈസേഷൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എടുക്കുക, എന്നിട്ട് അതിനെ /2 ചെയ്യുക, എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന വാല്യൂ കൊണ്ട് നിങ്ങൾ ആ ഇക്വേഷനെ ആഡും സബ്ട്രാക്റ്റും ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 4 ആണ്. 4ൻ്റെ ഹാഫ് 4/2 എന്ന് പറയുന്നത് 2 തന്നെയാണ്. അതുപോലെ 2ൻ്റെ സ്ക്വയർ ഹാഫിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 കിട്ടും അല്ലേ? അപ്പോൾ 4നെ ഞാൻ ഈ ഇക്വേഷനിൽ ആഡും ചെയ്തു സബ്ട്രാക്റ്റും ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? x² - 4x + 4 - 4 എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ ഇവിടെ എന്താ ചെയ്യേണ്ടത്? വൈൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഹാഫ് കാണാം, എന്നിട്ട് സ്ക്വയർ കാണാം. വൈൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? 6.
6ൻ്റെ ഹാഫ് എന്താണ് 3, അതിൻ്റെ സ്ക്വയർ എന്താണ് 9. സോ 9 വെച്ച് ആഡും ചെയ്യാം സബ്ട്രാക്റ്റും ചെയ്യാം. സോ എന്തൊക്കെയുള്ള y സ്ക്വയർ പ്ലസ് 6y പ്ലസ് 9 മൈനസ് 9 ഓക്കെ ഈക്വൽ ടു 12. ഈക്വൽ ടു 12. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 എന്ന് പറയുന്നത് എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ആണ്. സോ അതങ്ങനെ എഴുതി. ബാക്കിയുള്ള മൈനസ് 4നെ അങ്ങനെ എഴുതി. അതുപോലെ വൈ സ്ക്വയർ പ്ലസ് 6y പ്ലസ് 9 എന്ന് പറയുന്നത് y പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അതങ്ങനെ എഴുതി. മൈനസ് 9 നമ്മൾ ബാക്കി അങ്ങനെ എഴുതി. ഈക്വൽ ടു 12 അതും അങ്ങനെ എഴുതി. എന്നിട്ട് ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ സ്ക്വയേഴ്സ് വാല്യൂസ് മാത്രം ലെഫ്റ്റിലേക്ക് വെച്ച് ബാക്കിയുള്ള മൈനസ് 4നെയും മൈനസ് 9നെയും ഒക്കെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി. അപ്പോൾ 12 പ്ലസ് 9 പ്ലസ് 4 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 25. സോ നമ്മുടെ ഡിസൈഡ് സർക്കിളിൻ്റെ ഇക്വേഷൻ കിട്ടി, വിച്ച് ഇസ് എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25. സോ ഇതിനേക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25. സോ നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്? 2, മൈനസ് 3. അതുപോലെ റേഡിയസ് എന്ന് പറയുന്നത് 25ൻ്റെ റൂട്ട് വിച്ച് ഇസ് ഈക്വൽ ടു 5. ഓക്കെ, ഇത് അതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ പാസിംഗ് ത്രൂ ദ പോയിൻറ്റ്സ് 1, 0, 0, 1 ആൻഡ് -1, 0. 3 പോയിൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ ഞാൻ പറഞ്ഞില്ലേ, അതങ്ങനെ എഴുതാം. വിച്ച് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഡി എക്സ് പ്ലസ് ഇ വൈ പ്ലസ് എഫ്. അതായത് എക്സ് വൈ എന്നുള്ള ടേം അല്ലാത്ത ബാക്കി എല്ലാ ടേംസും കൂടെ എഴുതാം. ഈ കോഎഫിഷ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഏത് ലെറ്റർ വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇത് ഡിയും ഇയും എഫും തന്നെ ആവണമെന്നില്ല, ഏത് ലെറ്റർ വേണമെങ്കിലും എഴുതാം. അപ്പോൾ നമ്മൾ എന്താ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ എക്സും വൈയും വാല്യൂസിൽ നമ്മുടെ ഈ 1, 0 എന്ന് പറയുമ്പോൾ എന്താ 1x y 0. അതുപോലെ ഇവിടെ 0x 1y, ഇവിടെ -1x 0y അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇക്വേഷനിലേക്ക് ഓരോ പോയിൻറ്റ്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഇക്വേഷനിലേക്ക് ഞാൻ 1, 0 ഇട്ട് വെച്ചാൽ ഇവിടെ എന്ത് സംഭവിക്കും? എക്സ് ഈക്വൽ ടു 1ഉം വൈ ഈക്വൽ ടു 0 ഇട്ട് കൊടുത്താൽ എൻ്റെ ഇക്വേഷൻ വിൽ ബി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 1 ആവും, പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് 0 ആവും, പ്ലസ് ഡി എക്സ് എന്ന് പറയുന്നത് ഡി ഇൻറ്റു 1 ആവും, വിച്ച് ഇസ് ഡി. അടുത്തത് ഇ വൈ എന്ന് പറയുന്നത് ഇ ഇൻറ്റു 0 ആവും, വിച്ച് ഇസ് 0, പ്ലസ് എഫ് എന്ന് പറയുന്നത് എഫ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ 1 പ്ലസ് 0 പ്ലസ് ഡി പ്ലസ് എഫ് ഈസ് ഈക്വൽ ടു 0. സോ വിച്ച് ഇസ് ഡി പ്ലസ് എഫ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അതായത് ഡി പ്ലസ് എഫ് ഈക്വൽ ടു -1. ഓക്കെ, ഇതേപോലെ അടുത്തത് ഞാൻ 0, 1നെ ഈ ഇക്വേഷനിലേക്ക് ഇടും. അപ്പോൾ ഇതേ ഇങ്ങനെ വരും, ഡി ഇൻറ്റു 0 പ്ലസ് ഇ ഇൻറ്റു 1 പ്ലസ് എഫ് ഈക്വൽ ടു 0, വിച്ച് ഇസ് ഈക്വൽ ടു ഇ പ്ലസ് എഫ് ഈക്വൽ ടു -1. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ ഡി പ്ലസ് എഫ് ഈക്വൽ ടു -1, അടുത്തത് ഇ പ്ലസ് എഫ് ഈക്വൽ ടു -1, അടുത്തത് -1ഉം 0യും ഞാൻ എക്സിനും വൈനും ഇട്ടെടുത്ത് വെച്ചാൽ എന്ത് കിട്ടും? 1 പ്ലസ് 0 മൈനസ് ഡി പ്ലസ് എഫ് ഈക്വൽ ടു 0, വിച്ച് ഇസ് മൈനസ് ഡി പ്ലസ് എഫ് ഈക്വൽ ടു -1. ഓക്കെ, അപ്പോൾ സോ മൊത്തം 3 ഇക്വേഷൻസ് കിട്ടും നമുക്ക്. ഇനി എന്ത് ചെയ്താൽ മതി? ഈ 3 ഇക്വേഷൻസിനെ സോൾവ് ചെയ്യുക, എലിമിനേഷൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ 3 ലെറ്റേഴ്സും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ, അതായത് ഡി പ്ലസ് എഫ് ഈക്വൽ ടു -1, അടുത്തത് മൈനസ് ഡി പ്ലസ് എഫ് ഈക്വൽ ടു -1. ഇവിടെ നമുക്കിത് ആഡ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഡി ക്യാൻസൽ ഔട്ട് ആവും അല്ലേ. സോ ഇതിനെ ആഡ് ചെയ്യുക. അപ്പോൾ ഡി പ്ലസ് മൈനസ് ഡി എന്ന് പറയുന്നത് 0, എഫ് പ്ലസ് എഫ് എന്ന് പറയുന്നത് 2f, -1 പ്ലസ് -1 എന്ന് പറയുന്നത് -2. സോ എഫ് ഈസ് ഈക്വൽ ടു -2/2, വിച്ച് ഇസ് എഫ് ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടി. ഓക്കെ, ഇനി എഫ് ഈക്വൽ ടു -1 എന്ന് കിട്ടിയത് ഞാനിത് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അതായത് ഡി പ്ലസ് എഫ് ഈക്വൽ ടു -1, ഡി പ്ലസ് എഫ് ഈക്വൽ ടു -1 ഉണ്ട്. ഇതിൽ എഫ് ഈക്വൽ ടു -1 ഞാനിപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിയല്ലോ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡി -1 ഈക്വൽ ടു -1, അതായത് ഡി ഈക്വൽ ടു
-1 + 1 which is equal to 0. അപ്പോൾ d ഈക്വൽ ടു 0 കിട്ടി, f ഈക്വൽ ടു -1 കിട്ടി. അടുത്തത് e കാണണം അല്ലേ. അപ്പോൾ എൻ്റെ സെക്കൻഡ് ഇക്വേഷനിലേക്ക് ഞാൻ എഫിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സെക്കൻഡ് ഇക്വേഷൻ എന്താ? e പ്ലസ് എഫ് ഈക്വൽ ടു -1. അതായത് e പ്ലസ് എഫ് എന്താണ്? -1 അല്ലേ. അപ്പോൾ e പ്ലസ് -1 ഈക്വൽ ടു -1. അഗെയിൻ -1 റൈറ്റ് സൈഡിൽ പോയാൽ e ഈക്വൽ ടു 0. സോ ഇയും കിട്ടി, എഫും കിട്ടി, ആൻഡ് ഡിയും കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് നമ്മുടെ ഈ ഇക്വേഷനിലേക്ക് എഫിൻ്റെയും ഡിൻ്റെയും ഇൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? x² + y² + d എന്ന് പറഞ്ഞാൽ എന്താണ്? d എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ -1. അടുത്തത് e എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ 0. സോ x² + y² ഈക്വൽ ടു 1 നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഓക്കെ, സോറി ഒരു മിനിറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഇക്വേഷൻസ് ഓഫ് ദ ടാൻജൻസ് ടു ദ സർക്കിൾ x² + y² ഈക്വൽ ടു 25 ദാറ്റ് ആർ പാരലൽ ടു ദ ലൈൻ y² ഈക്വൽ ടു 2x + 3. അതായത് ഒരു സർക്കിളിൻ്റെ ടാൻജൻസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സർക്കിളിൻ്റെ ടാൻജൻ്റ് എന്ന് വെച്ചാൽ ഇതാണ്. ഇപ്പോൾ ഒരു സർക്കിൾ എന്ന് വെച്ചോ. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും വരയ്ക്കുന്ന, സർക്കിളിൻ്റെ അറ്റത്തേക്ക് വരയ്ക്കുന്ന ലൈനിനെയാണ് റേഡിയസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ റേഡിയസ് 90 ഡിഗ്രി ആയിട്ട് ഈ റേഡിയസിനായിട്ട് പാസ് ചെയ്യുന്ന ഒരു പോയിൻറ്റ്, ഒരു ലൈൻ, ഇതിനെയാണ് നമ്മൾ ടാൻജൻ്റ് എന്ന് വിളിക്കുന്നത്. അതായത് എൻ്റെ റേഡിയസിൻ്റെ 90 ഡിഗ്രി ഞാൻ വരയ്ക്കുമ്പോൾ, എൻ്റെ റേഡിയസിൽ നിന്നും സർക്കിളിൻ്റെ അറ്റത്ത് ഞാൻ 90 ഡിഗ്രി വരയ്ക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ ലൈനിനെയാണ് നമ്മൾ ടാൻജൻ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ടാൻജൻറ്റിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമ്മളിവിടെ ടാൻജൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ക്ലൂ ആണ് തന്നിട്ടുള്ളത്? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് ഓഫ് ദ സർക്കിൾ x² + y² ഈക്വൽ ടു 25. സോ ക്ലിയർലി നമുക്ക് മനസ്സിലായി സർക്കിളിൻ്റെ സെൻറ്റർ 0,0 ആണ്. അതുപോലെ റേഡിയസ് എന്ന് പറയുന്നത് 25 ആണ്, r². അതായത് r എന്ന് വെച്ചാൽ 5 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു സർക്കിളിലെ ടാൻജൻറ്റ് കണ്ടുപിടിക്കണം. ആൻഡ് ഈ ടാൻജൻറ്റ് എന്ന് പറയുന്നത് y ഈക്വൽ ടു 2x + 3 എന്ന ലൈനിന് പാരലാണ്. അതായത് ഇവിടെയോ ഏതോ ഒരു സൈഡിൽ കൂടെ y ഈക്വൽ ടു 2x + 3 എന്ന് പറഞ്ഞിട്ടൊരു ലൈൻ പോകുന്നുണ്ട്. ഈ ലൈനുമായിട്ട് ടാൻജൻ്റ് ആയിട്ടുള്ള സർക്കിളിൻ്റെ, ഈ ലൈനുമായിട്ട് പാരലൽ ആയിട്ടുള്ള സർക്കിളിൻ്റെ ടാൻജൻസ് ആണ് കാണേണ്ടത്. കാരണം എന്താ? ആ ലൈനുമായിട്ട് പാരലൽ ആയിട്ട് വരുന്ന 2 ടാൻജൻസ് വരും അല്ലേ, ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും. സോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ഈ ലൈനിൻ്റെ പാരലൽ ആയിട്ടുള്ള ലൈനാണ് വേണ്ടത്. അതായത് സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. സോ y ഈക്വൽ ടു 2x + c എന്ന് പറയുന്നത് നമ്മുടേത് y ഈക്വൽ ടു 2x + 3 എന്ന് പറഞ്ഞ ലൈനിന് പാരലലാണ്. കാരണം എന്താ? ഇവിടെ നോക്ക്, എൻ്റെ സ്ലോപ്പ് എന്താ? 2 അല്ലേ. സോ 2 സ്ലോപ്പായി വരുന്ന ലൈൻ, അതാണ് എൻ്റെ സർക്കിളിലെ ടാൻജൻ്റ് എന്ന് ഞാൻ ആദ്യം അസ്യൂം ചെയ്തു. എനിക്ക് എന്ത് ചെയ്താൽ മതി? ഈ സീൻ്റെ വാല്യൂ മാത്രം കണ്ടാൽ മതി. അപ്പോൾ സീൻ്റെ വാല്യൂ കാണാൻ വേണ്ടി ഞാൻ എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എൻ്റെ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും ഈ ടാൻജൻറ്റിലോട്ടേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും ഈ ടാൻജൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻ ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാണുക? അപ്പോൾ നമുക്കറിയാം സർക്കിളിൻ്റെ സെൻറ്റർ 0,0 ആണ്. ഈ ലൈനിൻ്റെ ഇക്വേഷൻ y ഈക്വൽ ടു 2x + c എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയുള്ള ഡിസ്റ്റൻസ് ഫോർമുലയാണ് ax0 + by0 + c/√a² + b² എന്നുള്ളത് അല്ലേ. അപ്പോൾ ഞാൻ നമ്മുടെ 0,0 എന്നുള്ളത് നമ്മുടെ y ഈക്വൽ ടു 2x + c, y ഈക്വൽ ടു 2x + c എന്നുള്ളത് എനിക്ക് എങ്ങനെ എഴുതാം? 2x - y + c എന്നെഴുതാം, ഈക്വൽ ടു 0 എന്നെഴുതാം അല്ലേ. സോ ഇതിൽ എക്സിൻ്റെ സ്ഥാനത്ത് 0, വൈയുടെ സ്ഥാനത്ത് 0,
പ്ലസ് സി എന്നിടുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇതേ ഇങ്ങനെ കിട്ടും. ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ എന്ന് പറയുന്നത് ഇവിടെ 2ഉം ബി എന്ന് പറയുന്നത് -1 ആണ്. സോ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സി ബൈ √5. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സർക്കിളിൽ നിന്നും ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്കറിയാം സർക്കിളിൽ നിന്നും ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ? സർക്കിളിൻ്റെ റേഡിയസാണ് വിച്ച് ഈസ് ഈക്വൽ ടു 5. സോ മോഡ് സി ബൈ √5 ഈക്വൽ ടു 5 എന്ന് നമുക്ക് എഴുതാം അല്ലേ? കാരണം എന്താ, ഈ ഡിസ്റ്റൻസ് റേഡിയസ് ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. സോ അങ്ങനെയാണെങ്കിൽ ഈ √5നെ ഞാൻ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എനിക്ക് എൻ്റെ സീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? സോ മോഡ് സി എന്ന് വെച്ചാൽ √5 5 ഇൻറ്റു √5. അതായത് മോഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവും ആവാം നെഗറ്റീവും ആവാം അല്ലേ? അതായത് ദിസ് വാല്യൂ ക്യാൻ ബി ഐദർ 5 ഓർ പോസിറ്റീവ് 5 അപ്പോൾ എൻ്റെ ഡിസൈഡ് ഇക്വേഷൻ വിൽ ബി y ഈക്വൽ ടു 2x പ്ലസ് 5 അല്ലെങ്കിൽ y ഈക്വൽ ടു 2x മൈനസ് 5 ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ഞാൻ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് x² പ്ലസ് y² ഈക്വൽ ടു 25. ഇതാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ. അപ്പോൾ y ഈക്വൽ ടു 2x പ്ലസ് 3 എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ ഉണ്ട്. ഇതിനുമായിട്ട് പാരലായിട്ട് വരുന്ന ടാൻജൻസ്, ഈ സർക്കിളിൻ്റെ ടാൻജൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടൊരു ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാരലായിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? a1x പ്ലസ് b1y പ്ലസ് c ഈക്വൽ ടു 0 അല്ലേ? അതായത് മാറിപ്പോയി. ഇതിന് പാരലായിട്ടുള്ള ലൈൻ എങ്ങനെയായിരിക്കും? ax പ്ലസ് by പ്ലസ് c1 ഈക്വൽ ടു 0. അതായത് c ആ കോൺസ്റ്റൻറ്റ് ടേമിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ വൈൻ്റെ കോഎഫിഷ്യൻറ്റ് 1 തന്നെ ആയിരിക്കും. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിൻ്റെ കോഎഫിഷ്യൻസിൽ വൈൻ്റെ കോഎഫിഷ്യൻറ്റും എക്സിൻ്റെ കോഎഫിഷ്യൻസും ഈക്വൽ ആയിരിക്കും. കാരണം പാരലൽ ലൈൻസ് ആണ്, നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം മാത്രമേ വ്യത്യാസം വരുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എൻ്റെ പുതിയ പാരലൽ ലൈൻ, അതായത് എൻ്റെ സർക്കിളിൻ്റെ ടാൻജൻറ്റ് ലൈൻ വിൽ ബി ഓഫ് ദ ഫോം y ഈക്വൽ ടു 2x പ്ലസ് c. അങ്ങനെയാണ് ഈ ഇക്വേഷൻ ഇവിടം വരെ എനിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്തു? സി കാണാൻ വേണ്ടി എന്ത് യൂസ് ചെയ്തു? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തു. ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുമ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ, അതായത് 0,0, അതുപോലെ ഈ ലൈൻ വിച്ച് ഈസ് y ഈസ് ഈക്വൽ ടു 2x പ്ലസ് c. ഇതിലേക്ക് ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്തു. ഈ ഡിസ്റ്റൻസ് ഈക്വൽ ടു 5 ആണെന്ന് എനിക്ക് ഓൾറെഡി അറിയാം. സോ അത് വെച്ച് ഞാൻ സിൻ്റെ വാല്യൂ കണ്ടു. ഓക്കെ, ഷോ ദാറ്റ് ദ പോയിൻറ്റ് 4,3 ലൈസ് ഓൺ ദ സർക്കിൾ x² പ്ലസ് 4² ഈക്വൽ ടു 25. ഇഫ് സോ ഫൈൻഡ് ദ ടാൻജൻറ്റ് ഓഫ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. ഓക്കെ, 4,3 സർക്കിളിൽ ലൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു പോയിൻറ്റ് സർക്കിൾ ഓൺ ദ സർക്കിൾ ലൈസ് ഓൺ ദ സർക്കിൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഈ സർക്കംഫറൻസിൽ, അതായത് ഈ സർക്കിളിൻ്റെ ഈ അറ്റങ്ങളിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് ആണെങ്കിലാണ് ഓൺ ദ സർക്കിൾ എന്ന് പറയുന്നത്. ഇൻ ദ സർക്കിൾ എന്നാണെങ്കിൽ സർക്കിളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലാണ് കേട്ടോ. ഇന്ന് എന്ന് പറയുമ്പോൾ ഇൻസൈഡ്, ഓൺ എന്ന് പറയുമ്പോൾ ഓൺ, അതിൽ ഔട്ട് എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ്. ഓക്കെ, അപ്പോൾ ഒരു പോയിൻ്റ് സർക്കിളിൻ്റെ ഉള്ളിലാണോ പുറത്താണോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നിങ്ങൾ x² പ്ലസ് y²ൽ എക്സിനെയും വൈനെയും മാറ്റിയിട്ട് 4ഉം 3യും ഇടുക. അതായത് നിങ്ങൾക്ക് എന്ത് പോയിൻ്റാണോ തന്നെ അതിൻ്റെ വാല്യൂസ് നിങ്ങൾ നിങ്ങളുടെ x² പ്ലസ് y²ൽ ഇടാം. എന്നിട്ട് അത് ഈക്വൽ ടു റൈറ്റ് സൈഡ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓൺ ദ സർക്കിളാണ്. ലെസ് ദാൻ റൈറ്റ് സൈഡിലുള്ള വാല്യൂ ആണെങ്കിൽ ഇൻ ദ സർക്കിളാണ്. ഗ്രേറ്റർ ദാൻ നിങ്ങളുടെ റൈറ്റ് സൈഡിലുള്ള വാല്യൂ ആണെങ്കിൽ ഔട്ട് ദ സർക്കിളാണ്. ഓക്കെ, അപ്പോൾ 4,3 ഇതിലിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? x² പ്ലസ് y²ൽ 4,3 ഇടുമ്പോൾ 4² പ്ലസ് 3² വരും അല്ലേ? വിച്ച് ഇസ് 16 പ്ലസ് 9 വിച്ച് ഇസ് ഈക്വൽ ടു 25. സോ ഇവിടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണ് ആവുന്നത്. സോ ലൈസ് ഓൺ ദ സർക്കിൾ. ഓക്കെ, the center of the circle. Okay, PYQs ചെയ്യാം. Center of the circle x² plus y² plus 4x plus 6y minus 24 equal to 0 is at. സർക്കിളിൻ്റെ സെൻറ്റർ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? -g,-f ആണ് സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് വിളിക്കുന്നത്. ഇത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 4. അപ്പോൾ g എന്ന് പറയുന്നത് എന്താണ്? 2. അല്ല, വൈൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 6. അപ്പോൾ f എന്ന് പറഞ്ഞാൽ 3. സോ -g, -f എന്ന് പറഞ്ഞാൽ -2, -3. ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ. അടുത്തത്
number of tangents that can be drawn from -1, 3 to x square plus y square equal to 10. ഓക്കെ, ഒരു പോയിന്റ് തന്നിട്ട് ആ പോയിന്റിൽ നിന്നും ആ സർക്കിളിലേക്ക് എത്ര ടാൻജൻസ് വരയ്ക്കാൻ പറ്റും അതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. സപ്പോസ് ആ പോയിന്റ് സർക്കിളിൻ്റെ അറ്റത്താണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ, ഒരു പോയിന്റ് സർക്കിളിൻ്റെ അറ്റത്ത് ഓൺ ദ സർക്കിളാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി 1 ടാൻജൻറ്റേ വരയ്ക്കാൻ പറ്റൂ. ഔട്ട്സൈഡ് ഓഫ് ദ സർക്കിൾ ആണെങ്കിൽ എക്സാക്ട്ലി 2 ടാൻജൻസേ വരയ്ക്കാൻ പറ്റൂ. ഇൻസൈഡ് ദ സർക്കിൾ ആണെങ്കിൽ അവിടെ ഒരു ടാൻജൻറ്റും വരയ്ക്കാൻ പറ്റില്ല. ടാൻജൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ സർക്കിളിൻ്റെ അറ്റത്ത് ആകെ ഒരു പോയിന്റിൽ മാത്രം മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സിനെ കേട്ടോ, ലൈൻസിനാണ് ടാൻജൻറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഒരു ടാൻജൻറ്റും അവിടെ ഫോം ആവില്ല. അപ്പോൾ എത്ര നമ്പർ ഓഫ് ടാൻജൻസ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പോയിന്റ് ഓൺ ദ സർക്കിളാണോ ഇൻ ദ സർക്കിളാണോ ഔട്ട് ദ സർക്കിളാണോ എന്ന് നോക്കിയാൽ മതി. സോ ഓൺ ദ സർക്കിളാണോ ഇൻ ദ സർക്കിളാണോ ഔട്ട് ദ സർക്കിളാണോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഈ -1, 3 ഇവിടെ ഇട്ടാൽ മതി. അപ്പോൾ -1 സ്ക്വയർ എന്താണ്, -1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 9 വിച്ച് ഇസ് ഈക്വൽ ടു 10. സി LHSഉം RHSഉം ഈക്വൽ ആണ് ആവുന്നത് അല്ലേ, അതായത് ഓൺ ദ സർക്കിളാണ്. സോ എക്സാക്ട്ലി 1 ടാൻജൻറ്റ്. ഇനി ഇതേ സാധനം നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ചെയ്യാം, അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. സോ രണ്ടിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അടുത്തതൊരു പുതിയ കോൺസെപ്റ്റാണ്. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടില്ല, ബട്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. അതായത് ഇതുപോലെ 2 സർക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര കോമൺ ടാൻജൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ സപ്പോസ് നമ്മുടെ 2 സർക്കിളിൻ്റെ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് 2 സർക്കിളും ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കോമൺ ടാൻജൻ്റ് എക്സാക്ട്ലി 2 ടാൻജൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. സപ്പോസ് ഇങ്ങനെയാണ് നമ്മുടെ സർക്കിൾ ഉള്ളതെന്നുള്ളത് വെച്ചോ, അതായത് ഒരു സർക്കിളിൻ്റെ അറ്റത്ത് കൂടെ വേറെ സർക്കിൾ ഇൻസൈഡ് ആയിട്ട് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി 1 ടാൻജൻ്റ് ആയിരിക്കും. അതായത് ഒരു സർക്കിളിൻ്റെ കംപ്ലീറ്റ്ലി ഇൻസൈഡാണ് അടുത്ത സർക്കിൾ, അതായത് അറ്റത്തിനൊന്നും തൊടുന്നില്ല, കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി നോ കോമൺ ടാൻജൻസ്, 0 കോമൺ ടാൻജൻസ്. ഓക്കെ, അതുപോലെ 2 സർക്കിൾ ഇതുപോലെ ദൂരെ ആണെങ്കിൽ അവിടെ ദർ വിൽ ബി 1, 2, 3, 4 കോമൺ ടാൻജൻസ്. അടുത്തത് ഇങ്ങനെ ജസ്റ്റ് മീറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ 1, 2, 3 ദർ വിൽ ബി 3 കോമൺ ടാൻജൻസ്. സോ ഇങ്ങനെ ഡയഗ്രാം ആയിട്ട് തരാണ്ട് നിങ്ങൾക്ക് പോയിൻറ്റ്സ് മാത്രം തന്നാൽ എങ്ങനെ കണ്ടുപിടിക്കാം, അതായത് ഈ 2 സർക്കിൾ ഇതുപോലെ വിട്ടിട്ടാണോ, ജസ്റ്റ് ടച്ച് ചെയ്യുന്ന പോലെയാണോ, ഓവർലാപ്പ് ചെയ്യുന്ന പോലെയാണോ, ഇൻസൈഡാണോ, കംപ്ലീറ്റ്ലി ഇൻസൈഡാണോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അതിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ സർക്കിളിൻ്റെ 2 സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണണം. എന്നിട്ട് 2 സർക്കിളിൻ്റെയും റേഡിയസും കാണണം. എന്നിട്ട് നമ്മുടെ സർക്കിളിൻ്റെ 2 സർക്കിളിൻ്റെ റേഡിയസും 2 സർക്കിളിൻ്റെ സെൻറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസും വെച്ച് ഈ സർക്കിൾസ് തമ്മിലുള്ള ഈ സർക്കിൾ എങ്ങനെയാണ് ഈ 2 സർക്കിളും എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുവഴി എത്ര കോമൺ ടാൻജൻസ് ഉണ്ടെന്നും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സപ്പോസ് നമ്മുടെ സർക്കിൾ 1 എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്റർ x1, y1ലും റേഡിയസ് r1ഉം, അതുപോലെ രണ്ടാമത്തെ സർക്കിളിൻ്റെ സെൻറ്റർ x2, y2ലും റേഡിയസ് r2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, നമ്മൾ സർക്കിളിൻ്റെ സെൻറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണണം അല്ലേ, അതായത് x1, y1ഉം x2, y2 തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണണം യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല x2 - x1 the whole square plus y2 - y1 the whole square. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിസ്റ്റൻസിനെ ഞാൻ d എന്ന് വെച്ച് ഡിനോട്ട് ചെയ്യാണ്. ആദ്യത്തെ സർക്കിളിൻ്റെ റേഡിയസ് r1, രണ്ടാമത്തെ സർക്കിളിൻ്റെ റേഡിയസ് r2. ഓക്കെ, അപ്പോൾ ഇനിയാണ് അപ്പോൾ ഈ ഡയഗ്രാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r1 + r2നേക്കാൾ കൂടുതലാണ് അല്ലേ. സോ ഇഫ് ദ ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ r1 + r2, അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഡയഗ്രാം. സോ ദർ വിൽ ബി 4 ടാൻജൻസ്. ഓക്കെ, ഇത് നോക്കിയേ, ഇതിൽ നോക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഇതാണ്. ഓക്കെ, അതുപോലെ ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് വെച്ചാൽ ഇത്രയാണ്, ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് വെച്ചാൽ ഇത്രയാണ്. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും റേഡിയസിൻ്റെ സം എന്ന് പറയുന്നതും ഈക്വൽ ആണ് അല്ലേ. സോ വിച്ച് മീൻസ് ഇഫ് d ഈസ് ഈക്വൽ ടു r1 + r2 ദെൻ നമ്മുടെ ഡയഗ്രാം എക്സാക്ട്ലി ഇങ്ങനെ ആയിരിക്കും. ദർ വിൽ ബി എക്സാക്ട്ലി 3 ടാൻജൻസ്. ഓക്കെ, അടുത്തത് ഈ ഡയഗ്രാം നോക്കുമ്പോൾ മനസ്സിലാവും
നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയാണ്, രണ്ട് സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയാണ്. പക്ഷെ നോക്ക്, റേഡിയസ്, ഇതിൻ്റെ റേഡിയസ് ഇത്രയുണ്ട്, ഇതിൻ്റെ റേഡിയസ് ഇത്രയുണ്ട്. സോ R1 + R2 എന്ന് പറയുന്നത് ഡിസ്റ്റൻസിനേക്കാൾ കൂടുതലാണ് അല്ലേ. സോ അതുപോലെ R1 - R2 കൂടുതലാണ്, അതിൽ R1 + R2 കുറവാണ്. സോ ഇഫ് R1 - R2 ലെസ് ദാൻ D ലെസ് ദാൻ R1 + R2 ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഡയഗ്രാം. സോ ദർ വിൽ ബി എക്സാക്ട്ലി 2 ടാൻജൻസ്. അതുപോലെ ഇതിലെന്ന് പറയുമ്പോൾ ഇതാണ് R1, ഇതാണ് R2. ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യുന്ന വാല്യൂവും ഇത് രണ്ടിൻ്റെ സെൻറ്റർ തമ്മിലുള്ള വാല്യൂ, സെൻറ്റർ ഇത്രയേ ഉള്ളൂ അല്ലേ. അതായത് R1 - R2 ചെറുതല്ല, എക്സാക്ട്ലി ഈക്വൽ ആണ് D എന്ന് പറയുന്നത്. സോ അങ്ങനെ D = R1 - R2 ആയിട്ട് എക്സാക്ട്ലി ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയഗ്രാം ഇതായിരിക്കും. സോ ദർ വിൽ ബി എക്സാക്ട്ലി 1 ടാൻജൻറ്റ്. D എന്ന് പറയുന്നത് R1 - R2 ചെറുതാണെങ്കിൽ ദർ വിൽ ബി 0 ടാൻജൻറ്റ്. ഓക്കെ, സോ അതൊന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2 സർക്കിൾ തന്നിട്ടുണ്ട്, 2 സർക്കിളിൻ്റെ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ സർക്കിളിൻ്റെ സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണണം. നമ്പർ ഓഫ് ടാൻജൻറ്റ് കാണാനാണ് ക്വസ്റ്റ്യൻ, കോമൺ ടാൻജൻസ് കാണാൻ. അപ്പോൾ ആദ്യം ഡിസ്റ്റൻസ് കാണണം. അതിനുവേണ്ടി ഈ സർക്കിളിൻ്റെ സെൻറ്റർ കാണാം, വിച്ച് ഇസ് 3, -1. ഈ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് -2, 4. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 3, ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കാണാം. 3, -1ഉം -2, 4ൻ്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് √3 - -2² +(-1 - 4)² which is equal to √25 + 25 which is √50, approximately 7 point something എന്ന് വരും. അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? R1 + R2 R1 - R2 കണ്ടുവയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇത് തമ്മിലുള്ള ഇത് നോക്കണം. എന്താ നോക്കണ്ടേ? റിലേഷൻഷിപ്പ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ R1 + R2 വലുതാവണം, അല്ലെങ്കിൽ R1 + R2 ഈക്വൽ ആവണം, അല്ലെങ്കിൽ R1 + R2ൻ്റെയും R1 - R2ൻ്റെയും ഇടയിലായിരിക്കണം, അല്ലെങ്കിൽ R1 - R2 ഈക്വൽ ആവണം, അല്ലെങ്കിൽ R1 - R2 ചെറുതാവണം. ഇവിടെ 7 എന്നാണ് അല്ലേ. ക്ലിയർലി R1 + R2 വലുതാണ്, അതായത് ഇങ്ങനെയാണ് നമ്മുടെ വരുന്ന ഡയഗ്രാം. സോ എക്സാക്ട്ലി ദർ വിൽ ബി 4 കോമൺ ടാൻജൻസ്. ഓക്കെ, ബാക്കി ഞാൻ അടുത്ത വീഡിയോയിലിടാം.